ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു. കുന്നുമ്മൽ ഉപജില്ലാ കലോത്സവം 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വേദി 2 സേവാഗ്രാമിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ നാടോടി നൃത്ത മത്സരമാണ് നടക്കുന്നത്. കുരുന്നു പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമത്സരം കാണാൻ വേദി നിറയെ ആളുകൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതെങ്കിലും അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേമാതിരിയുള്ള അനുഭവം നാടകത്തിലും അങ്ങനത്തെ പല പരിപാടിയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കലാപ്രതിഭയായിരുന്നു എന്ന് തന്നെ പറയാം. ഇല്ല, അങ്ങനെ പോയില്ല. എന്നാലും ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന അപ്പൊ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? എവിടെയാ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. രാവിലെ മുതലേ ഉണ്ടായിരുന്നോ അതോ ഇപ്പൊ വരുന്നതാണോ? രാവിലെ അങ്ങനെ കാഴ്ചയില്ല, അതുകൊണ്ട് വന്നൂടാ. അപ്പോ ഈ കലോത്സവ വേദിയിൽ എത്തുമ്പോ പണ്ടത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഓർമ്മയിലുണ്ട്? പണ്ടത്തെ എന്ന് പറഞ്ഞാല് ഞാളെല്ലാം ഇവിടെ അല്ല പഠിച്ചേ, ഞാള് മഞ്ചാൽ സ്കൂളാണ് പഠിച്ചത്. അതുകൊണ്ട് ഇവിടെ അത്ര ഇതില്ല. കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട് ഇവിടെ, വേറെ മറ്റിച്ചുള്ള പരിപാടി ഒന്നുമില്ല. ആ സമയത്തൊക്കെ കലോത്സവം ഇതുപോലെ സജീവമായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇത്ര കടുപ്പത്തിലില്ല മുമ്പൊന്നും. പല ആൾക്കാരും കോളും എല്ലാം ആയേ, അല്ലാണ്ട് ആദ്യം ഒന്നുമില്ല. കലോത്സവം കൂടെ നടന്നിന് മുമ്പ്, അന്നൊന്നും ഇത്ര ഇതില്ല. ഇപ്പം ഭയങ്കര ആളല്ലേ എല്ലാ പരിപാടിക്കും. എന്തായാലും കല ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതുണ്ട്. എല്ലാവരും കുട്ടികളെല്ലാം അങ്ങനെ വരും കുറച്ച് കഴിയുമ്പോൾ. നേരെ 8 മണിയാണ് പോകുമ്പോൾ. കലോത്സവ നഗരിയിലെ 2 കുരുന്നു പ്രതിഭകൾക്കൊപ്പം മീഡിയ വിഷൻ ചേരുകയാണ്. എന്താ പേര്? അന്മിയ. ആൻലിയ. ഏത് സ്കൂളിനാണ് വരുന്നത്? പാതിരിപ്പറ്റി UP സ്കൂൾ, NHSS വട്ടോളി. രണ്ടുപേരും വേറെ വേറെ സ്കൂളാണല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ വന്നവരാണോ ഫ്രണ്ട്സ് ആയത്? അല്ല, ഡാൻസ് ക്ലാസ് അവിടുന്ന് ഞങ്ങൾ ഫ്രണ്ട്സ്. ഏത് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്? സുരേന്ദ്രൻ സാർ. സുരേന്ദ്രൻ സാറ്. ഓക്കെ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അവതരിപ്പിച്ച് കഴിഞ്ഞതല്ലേ? അപ്പൊ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കേറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. ഓക്കെ. അപ്പോ അച്ഛനും അമ്മയൊക്കെ കൂടെ വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഇനിയിപ്പോ ഫസ്റ്റ് കിട്ടുമോ? പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഫസ്റ്റ് തന്നെ കിട്ടട്ടെ രണ്ടുപേർക്കും. ഒരുപാട് വിദ്യാർത്ഥികളെ കലയുടെ മാസ്മരിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ രംഗശ്രീ സുരേന്ദ്രൻ മാഷാണ് മീഡിയ വിഷനോടൊപ്പം ചേരുന്നത്. സാറിന്റെ എത്ര കുട്ടികളെ ഇവിടെ നിന്ന് മത്സരിക്കാൻ? 3 ദിവസങ്ങളിലായി ഒരു 48ഓളം കുട്ടികൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം എന്നീ നൃത്ത ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 3 ദിവസമായിട്ട്. ഇന്നിപ്പം 2ാം ദിവസമാണ്. ഇന്നും ഈ വേദിയിൽ നാടോടിത്തം നടക്കുന്നുണ്ട്. ഇവിടെ UP വിഭാഗം നാടോടി നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 7 കുട്ടികളെ മാറ്റിവരയ്ക്കുന്നുണ്ട്. സാർ ഇപ്പോ ഒരുപാട് വർഷമായിട്ടുണ്ടാവൂലേ ഈ കലോത്സവ വേദിയിൽ? 30 വർഷത്തോളമായി ഈ ഫീൽഡിൽ. പിന്നെ 3-4 സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ തൊട്ടിൽപ്പാലത്ത് രംഗശ്രീ നൃത്ത വിദ്യാലയം നടത്തി വരുന്നു. അതുപോലെ തന്നെ കക്കട്ടൽ, പിന്നെ കുറ്റ്യാടി പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല കോൺഫിഡൻസോട് കൂടി സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂലേ? വിദ്യാർത്ഥികളെല്ലാം നല്ല പിന്നെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മക്കളെല്ലാം എല്ലാവരും നല്ല നമ്മളെന്താണോ അവർക്ക് കൊടുക്കുന്നത് അത് സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കലാപ്രതിഭകളെ പുറം ലോകത്തിലേക്ക് എത്തിക്കാൻ മാഷക്ക് ഇതുവരെ സാധിച്ചു. ശരി, 30 വർഷത്തോളമായി ഇവിടെ. ഇപ്പം കുന്നുമ്മൽ സബ് ജില്ലയിൽ തന്നെ 30 വർഷത്തോളമായി ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. ഒരുപാട് കുട്ടികൾ പുറത്തു പോയിട്ട് ടീച്ചേഴ്സ് ഒരുപാട് കുട്ടികൾ പഠിച്ച് ഇപ്പോൾ കലാമണ്ഡലത്തിലും കലാക്ഷേത്രത്തിലും കോഴ്സ് കഴിഞ്ഞ് ഗൾഫിലും പുറത്തൊക്കെ കുട്ടികൾ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ഥാപനത്തിലും 100-300ഓളം കുട്ടികൾ ഇപ്പോൾ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ 4 ഉണ്ട്. പിന്നെ സ്കൂളുകളിൽ പല സ്കൂളുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥാപനങ്ങൾ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ പിന്നെ സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ പല സ്കൂളുകളിലും പോയിട്ട് അവർക്ക് ബേസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ അത് ടീച്ചേഴ്സ് പിന്നെ വെച്ചതാണ്. കുട്ടികൾക്കൊരു ബേസ് ക്ലാസ് അത് ആഴ്ചയിൽ പിന്നെ 1-2 ക്ലാസ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്.
വേദിയിൽ നാടോടി നൃത്ത മത്സരം അതിഗംഭീരമായി പുരോഗമിക്കുകയാണ്. വീറും വാശിയും കൂടെയുള്ള മത്സരത്തിൽ ആര് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനൊപ്പം ശിശിര, ഇൻ റിപ്പോർട്ടർ മീഡിയ. ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു.